ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. മിന്നൂസിൻ്റെ മെഹന്തിയാണ് കേട്ടോ ഇന്ന്. ഞങ്ങൾ ഒരുങ്ങി നിൽക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ പോരുന്നോ മിന്നൂസിൻ്റെ മെഹന്തി കാണാൻ? ഞാൻ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ് കേട്ടോ. ഇതാണ് കേട്ടോ മിന്നൂസിൻ്റെ മെഹന്തി ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? എന്നാൽ നമുക്കൊരു ചെറിയൊരു ഒപ്പന കണ്ടാലോ? ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഞാൻ കുറച്ച് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാവേ. ഇത് ഐഷ, സസ്ന. ദെൻ ഇത് മിന്നൂസിൻ്റെ സിസ്റ്റേഴ്സും കുട്ടികളും. ദെൻ ഇത് അപ്പൂസ്, സബിത്താത്തയെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങൾ. ദെൻ ഇത് അവർ സിസ്റ്റേഴ്സ്. ദെൻ അവരുടെ കൂടെ ഞാനും. ദെൻ ഇത് അഫ്രിയുടെ കുഞ്ഞുവാവ. ദെൻ ഇത് മിന്നൂസിൻ്റെ ഉമ്മ, ഞാനും സജിത്താത്തയും. ഇനി വൈകിക്കണ്ട, തുടങ്ങിയാലോ? നീലാ പുഞ്ചിരി തൂവുമാ സുന്ദരി പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ. പാടിക്കൊള്ളാക്കണ്ടല്ലേ. എന്തായാലും മെഹന്തിക്ക് ആദ്യം മെഹന്തി ഇട്ട് കൊടുത്തത്, മൈലാഞ്ചി ഇട്ട് കൊടുത്തത് ഉമ്മയാണ് കേട്ടോ. അതായത് ഉമ്മ എല്ലാവരും ഇവിടെ താത്തമ്മ എന്നാണ് വിളിക്കുക കേട്ടോ. പേരക്കുട്ടികളും പിന്നെ ചില കസിൻ കുട്ടികളൊക്കെ ഉമ്മാനെ താത്തമ്മ എന്നാണ് വിളിക്കുക കേട്ടോ. നിസ്താത്താന്നും വിളിക്കാറുണ്ട്. അങ്ങനെ ഉമ്മ ഇട്ട് കൊടുത്തു. ശേഷം എന്താ കുട്ടീസൊക്കെ എത്തി. ബിഷ്രി, ഐദി, പിന്നെ സാമുട്ടി വന്നു. കുറച്ച് പേരുടെ ഒക്കെ ജുബ്ബ ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ ഇതാ സജിത്താത്ത മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. അതിനിടയിൽ കല്യാണത്തിൻ്റെ തലേദിവസം ഉപ്പാക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കുറച്ച് ടെൻഷനായി. എന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ ഹോസ്പിറ്റലിൽ പോയി വന്നു. ഇത് എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു മൈലാഞ്ചിയുടെ 2-3 ദിവസം മുമ്പാണ് അഫ്രി വിളിച്ചിട്ട് നമുക്ക് സാരി ഉടുക്കാൻ നിശാൻറ്റി, അതും ഫാൻസി സാരി ഉടുക്കാമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫാൻസി സാരി ഇതാണ്. ഇതിൻ്റെ ബ്ലൗസൊക്കെ ടൈറ്റായി പോയിരുന്നു. എന്തായാലും മീഷോന്ന് വാങ്ങിയൊരു ബ്ലൗസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണേ. അറിയാലോ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് വലിയ വലിയ കരുത്തേകുന്നത് അല്ലേ. നമ്മൾ വിചാരിക്കും ചെറുതാണെന്ന്, എന്നാലും നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നിർവൃതി ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ മിന്നൂസിൻ്റെ മെഹന്തി നൈറ്റിനെ കുറച്ച് പാട്ടൊക്കെ പാടി കേട്ടോ. കുറച്ച് മാപ്പിള സോങ്സും ദെൻ ഒപ്പന സോങ്സും പിന്നെ മെഹന്തി സോങ്സൊക്കെ ആയിട്ട് കുറച്ച് ഞങ്ങളിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണ നമ്മൾ ഇങ്ങനെ ഗ്രൂപ്പ്സൊക്കെ ഫോം ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം എന്തോ എല്ലാവരും ഓരോ ബിസി, അത് കാരണം തന്നെ ഗ്രൂപ്പ് ഫോം ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. എന്തായാലും തട്ടിക്കൂട്ടി നമ്മൾ ലിറിക്സൊക്കെ നോക്കി അത്യാവശ്യം മിന്നൂസിനെ കുറിച്ച് നമുക്ക് കുറച്ച് പാട്ടൊക്കെ നമുക്ക് നന്നായി പാടാനായിട്ട് സാധിച്ചു കേട്ടോ. നിങ്ങൾ ഐഷയുടെ ചോദ്യം ശ്രദ്ധിച്ചോ? മണവാളം വരുന്നുണ്ടോ എന്ന് പാടുന്നതിനിടയിൽ വെറുതെ ചോദിച്ചതാണ്. എന്തായാലും മെഹന്തി നൈറ്റിന് മിന്നുവിനെ കാണാനായിട്ട് മണവാളനും, അതായത് നമ്മുടെ ആശിയും സിസ്റ്റേഴ്സും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളുടെ മാരേജിനുള്ള ഡ്രസ്സ് കൊടുക്കാനായിട്ട് വന്നതാണ്. ഇവിടെ ഒരു ട്രാൻസിഷനാണ്. നല്ല ട്രഡീഷണൽ മെഹന്തിയിൽ നിന്നും ഒരു വെറൈറ്റി മെഹന്തിയിലേക്ക് ഞങ്ങൾ എന്തായാലും നന്നായി എൻജോയ് ചെയ്തു. നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് പറയണേ.
എന്താലേ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, ആദ്യകാലത്ത് ചെക്കനെ പോലും കാണില്ല. പിന്നീട് എന്തായി, ചെക്കനെ കണ്ട് കല്യാണം കഴിച്ചെങ്കിലും മൈലാഞ്ചിക്കൊന്നും ചെക്കനെ കാണാൻ കിട്ടില്ല. ദേ ഇപ്പം കണ്ടില്ലേ, ചെക്കനാ വന്ന് ചെക്കനോടൊപ്പം മൈലാഞ്ചി ഇട്ട്. എന്താലേ, ഇതിനും വേണല്ലേ ഒരു ഭാഗ്യം. ഇനി നമുക്ക് മിന്നൂസിൻ്റെ കുറച്ച് പിക്സ് കാണാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മൈലാഞ്ചി വിശേഷങ്ങൾ. ഞങ്ങളുടെ മൈലാഞ്ചി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ആൻഡ് കമൻറ്റ് ആൻഡ് ഷെയർ ചെയ്യണേ. നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി, നമ്മുടെ മിന്നൂസിൻ്റെയും ആഷിയുടെയും കല്യാണ വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം നിഷാസ്. കീപ് വാച്ചിങ് നിഷാസ് വ്ളോഗ്സ്. സീ യു, ബൈ ബൈ.